അപ്പോ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നും വിചാരിക്കില്ല, ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തെ. അപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ എക്സാം ഒന്നും മാറ്റി വെക്കത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങുക. മാർച്ചിൽ തന്നെ എക്സാം ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ലെസൺ ആണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും നീറ്റ് പോലെയുള്ള എക്സാംസ് ആയാലും അല്ലാത്ത ഒരു CBSE എക്സാംസ് അല്ലെങ്കിൽ +2 എക്സാംസ് ആ ഒരു ബേസിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ലെസൺ ആണ് പൊതുവെ കുട്ടികൾക്ക്. അപ്പൊ അതിനകത്തുള്ള കുറച്ച് ന്യൂമറിക്കൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. A long solenoid with 15 turns per centimeter has a small loop of area. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ കയ്യിലുള്ള സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡിന് 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ് ഉള്ളത്. 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. ആൻഡ് ഹാസ് എ സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ. അപ്പൊ ഈ സോളിനോയിഡിനകത്ത് തന്നെ ഒരു ചെറിയ ലൂപ്പ് വെച്ചിട്ടുണ്ട്, ഒരു സർക്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. Normal to its axis. If the current carried by the solenoid changes steadily from 2 ampere to 4 ampere in 0.1 second, what is the induced EMF? Induced EMF പ്രൊഡ്യൂസ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ്. ഇവിടെ എങ്ങനെയാണ് ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുന്നത്? കറന്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഈ ലൂപ്പിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ ലൂപ്പിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF, അപ്പോ ഈയുടെ ഇക്വേഷൻ E=d∅dt എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ അതിനകത്ത് ഫൈ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഫൈ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ലൂപ്പിനകത്തൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ്, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് ഈ ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം d∅dt. അതില് ഫൈ എന്ന് പറയുന്നത് B-യും × A ആണ്, dt. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ, മാഗ്നറ്റിക് ഫീൽഡും ഈ ഏരിയയും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോസ് തീറ്റ എടുക്കാത്തത്. സോ BA/dt എന്ന് വരും. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഏരിയ ഓഫ് ദി ലൂപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ആൻഡ് വൺസ് യു ചേഞ്ചസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഹൗ ഡസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച്? ബിക്കോസ് നമ്മുടെ കറന്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ സോളിനോയിഡ് ആണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് ചേഞ്ച് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നു? അത് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതും? d/dt ഓഫ് എങ്ങനെയാണ് സോളിനോയിഡിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. μ0 Ni എന്ന് പറയുന്നതിനകത്ത് μ0 കോൺസ്റ്റന്റ് ആണ്, n കോൺസ്റ്റന്റ് ആണ്, A ഓൾറെഡി കോൺസ്റ്റന്റ് ആയിരുന്നു. then di/dt. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. μ0 വാല്യൂ എത്രയാണ് വരുന്നത്? 4π × 10⁻⁷ × n. n 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1 സെന്റിമീറ്ററിൽ 15 ടേൺ ആണെങ്കിൽ 1 മീറ്ററിൽ 1500 ടേൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇൻറ്റു ഏരിയ ഓഫ് ദി ലൂപ്പ് 2 × 10. ഏരിയ എടുക്കേണ്ടത് സോളിനോയിഡിന്റെ ഏരിയ അല്ല എടുക്കുന്നത്, കാരണം ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ലൂപ്പിലാണ് ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത്. സോ യു ഹാവ് ടു ടേക്ക് ദി ഏരിയ ഓഫ് ദി ലൂപ്പ്. 2 × 10⁻⁴ ഇൻറ്റു ഇനി ചേഞ്ച് ഇൻ കറന്റ് ഡിവൈഡഡ് ബൈ. ഇവിടെ ചേഞ്ച് ഇൻ കറന്റ് എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 0.1. 2 ഡിവൈഡഡ് ബൈ 0.1. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 7.5 × 10⁻⁶ വോൾട്ട് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഇതൊരു ഓർക്കേണ്ടത്, സോളിനോയിഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് നിങ്ങൾ ലൂപ്പ് വെക്കുന്നത്. അപ്പൊ ലൂപ്പിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലൂപ്പിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ലൂപ്പിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലെക്സിനുണ്ടാവുന്ന ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്ലെക്സ് എങ്ങനെയാണ്, ലൂപ്പിന്റെ ഫ്ലെക്സ് എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലൂപ്പിന്റെ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ ലൂപ്പിന്റെ ഏരിയയും തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സ് കിട്ടും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ മതി. ഇപ്പൊ ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ വയർ ലൂപ്പ് ഓഫ് സൈഡ് 8 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ. സോ ഒരു റെക്ടാങ്കുലർ ഒരു കോയിൽ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോയിലാണ് ഇവിടെ വരുന്നത്. വിത്ത് എ സ്മോൾ കട്ട് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് എ റീജിയൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 0.3 ടെസ്ല ഡയറക്റ്റഡ് നോർമൽ ടു ദ ലൂപ്പ്. അപ്പൊ ലൂപ്പും ഇതും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. What is the EMF developed across the cut if the velocity of the loop is 1 centimeter per second in a direction normal to the longer side, shorter side of the loop? For how long does the induced voltage last in each case? അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്കൊരു ഡയഗ്രാം വരയ്ക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പ്രത്യേക ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതേപോലെ നമ്മൾ വെക്കുന്ന റെക്ടാങ്കുലർ വയർ ലൂപ്പിന് പെർപെൻഡിക്കുലർ ആണെന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പേപ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് ഞാൻ ഈ റെക്ടാങ്കുലർ ലൂപ്പ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ റെക്ടാങ്കുലർ ലൂപ്പ് വെക്കുമ്പോൾ ആദ്യം ഞാൻ വെക്കുന്നത് എന്താണ്, ഇത് മൂവ് ഔട്ട് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഞാൻ വെക്കുന്നത് ഓക്കെ, ഇത് എന്റെ ഇങ്ങനെ ഒരു ലൂപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ റെക്ടാങ്കുലർ ലൂപ്പ്. ഈ സൈഡ് 8 സെന്റിമീറ്റർ, ഈ സൈഡ് 2 സെന്റിമീറ്റർ, പിറകെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. സോ ഐ എം ലേബലിംഗ് ഇറ്റ് ആസ് ABCD. ഇപ്പൊ ഇതിനകത്ത് ഒരു കട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു സൈഡിലായിട്ട്. അത് നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും എടുക്കാം. അത് ആക്ച്വലി ഇതിനകത്ത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല. നിങ്ങൾ ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ റെക്ടാങ്കുലർ കോയിലുണ്ട്. ഈ റെക്ടാങ്കുലർ കോയിലിന്റെ ഒരു സൈഡിൽ മാത്രമേ EMF എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊഡ്യൂസ്ഡ് ആവത്തുള്ളൂ. AB എന്നും DC എന്നും പറയുന്ന സൈഡിൽ, അതായത് ഈ രണ്ട് സൈഡില് AB DC ആൻഡ് AB DC ആൻഡ് BC will not. BC എന്തായാലും മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ് വരുന്നത്. ഈ മൂന്ന് സൈഡ്സും EMFന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അത് നിങ്ങൾ ഇത് ഏത് തരത്തിൽ പ്ലേസ് ചെയ്താലും അങ്ങനെയായിരിക്കും. ഒരു സൈഡ് മാത്രമേ EMF പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ദാറ്റ് ഈസ് ദ സൈഡ് AD. BCയും പ്രൊഡ്യൂസ് ചെയ്തതിനെ if it was inside the magnetic field, but it is not given like that. BC പുറത്താണ്, അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ AD എന്നുള്ള സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാ E=, ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ലെങ്ത് വെച്ചേക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡ് വെച്ചേക്കുന്ന പോലെയാണ്. സോ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. BLB സൈൻ തീറ്റയാണ്. തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ B യുടെ വാല്യൂ എത്രയാണ് വരുന്നത്, 0.3 ടെസ്ലയാണ് വരുന്നത്. L എന്ന് പറയുന്നത് നിങ്ങൾ വെച്ചിരിക്കുന്ന സൈഡിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ AD എന്ന് പറയുന്ന സൈഡ് മാത്രമേ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ AD മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി വിൽ ടേക്ക് ഇറ്റ് ആസ് 8 × 10⁻² ഇൻറ്റു B എത്രയാണ്, 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് 1 × 10⁻² ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, നമുക്ക് വരുന്നത് 2.4 × 10⁻⁴ വോൾട്ട് ആണ് നമുക്ക് വരുന്നത്. ഇതാണ് ലോങ്ങർ സൈഡ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ റെക്ടാങ്കുലർ കോയിലിനെ വെക്കുമ്പോൾ ലോങ്ങർ സൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ലോങ്ങർ സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ഇതാണ്. ഈ സൈഡ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കിക്കേ, ഞാൻ ഇവിടെ തന്നെ ചെയ്യുകയാണ്. ഹൗ ലോങ് ഡസ് ദ ഇൻഡ്യൂസ് വോൾട്ടേജ് ലാസ്റ്റ്? അപ്പൊ എത്ര നേരം നിൽക്കും? അതായത് AD എന്ന് പറയുന്ന സൈഡ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡിന് പുറത്ത് വരുന്നിടം വരെ. മാഗ്നറ്റിക് ഫീൽഡിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. അപ്പൊ AD എന്ന് പറയുന്ന സൈഡ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡിന് പുറത്ത് വരണമെങ്കിൽ എത്ര സമയം എടുക്കും? അതായത് ഈ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി പുറത്ത് വരണം, അല്ലെ? ഇപ്പൊ ഈ BC എന്ന് പറഞ്ഞുള്ള ആ ഒരു ലെങ്ത് മാത്രമേ പുറത്തുള്ളൂ. ഇപ്പൊ DC എന്ന് പറയുന്ന റീജിയൻ കംപ്ലീറ്റ്ലി പുറത്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ഇല്ലാതെയാകുന്നത്. അതുവരെ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും AD-യിൽ. ഓക്കെ, അപ്പൊ എത്രയാ ടൈം എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് 2 സെന്റിമീറ്റർ എത്ര നേരം എടുക്കും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തു വരാനായിട്ട്? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടൈം ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ മീൻസ് 2 × 10⁻² ഡിവൈഡഡ് ബൈ, അതേപോലെ തന്നെ എത്ര വെലോസിറ്റിയോട് കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്, 10⁻². അപ്പൊ എത്ര കിട്ടും?
2 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ 8 സെന്റി ഈ AD എന്ന് പറയുന്ന ലെങ്തിൽ EMF പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് 2 സെന്റിമീറ്റർ ബിക്കോസ് കോയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെയർ കോയിൽ ABCD എന്ന് പറയുന്ന നിങ്ങൾ വെച്ചിരിക്കുന്ന കോയിൽ കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താവും. പിന്നെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് വണ്ണും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഷോർട്ട് സൈഡ് അപ്പൊ നിങ്ങൾ 8 സെന്റിമീറ്ററിന് പകരം എന്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ, 2 സെന്റിമീറ്റർ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് 2 സെന്റിമീറ്ററിന്റെ ഒരു സൈഡ് മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. സോ other 3 sides will not develop any induced EMF. So എനിക്ക് ഈ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. 0.3 into 8 പകരം 2 into 10 raised to minus 2 into 1 into 10 raised to minus 2. So my answer will be 0.6 into 10 raised to minus 4 വോൾട്ട് എന്ന് എനിക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇനി ഞാൻ എന്നാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഇത് എത്ര നേരം എടുക്കും, ഈ 0.6 എത്ര നേരം ആ ഒരു EMF അതിനകത്ത് ഡെവലപ്പ് ആകും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 8 സെന്റിമീറ്ററിന്റെ കേസിൽ അത് 8 സെന്റിമീറ്റർ എന്നുള്ള സൈഡ് കംപ്ലീറ്റ്ലി പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ 2 സെന്റിമീറ്റർ ആയിരുന്നു പുറത്തേക്ക് നീക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിനെ തിരിച്ചിട്ടേക്കാണ്. ലൈക്ക് നൗ യുവർ കോയിൽ ഈസ് ലൈക്ക് ദിസ് ഈസ് യുവർ 2 സെന്റിമീറ്റർ where the EMF is developed, and this is the side. This entire side has to come outside. അപ്പം അത്രയും നേരം, അതായത് 8 സെന്റിമീറ്റർ, അത് മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ചേക്കുന്നത് കൊണ്ടാണ് കോയിൽ 2 രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കേസിൽ നമ്മുടെ ടൈം എന്ത് വരും? 2 പകരം 8 into 10 raised to minus 2 divided by 10 raised to minus 2. Your answer will be 8 സെക്കൻഡ്. അത് എന്തുകൊണ്ടായിട്ട്? ബിക്കോസ് ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ്. അപ്പൊ ഈ 2 സെന്റിമീറ്റർ പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ ഇതിനെ 8 സെന്റിമീറ്ററിന് ആ ഒരു ഭാഗത്തെ പുറത്ത് കൊണ്ടുവരണം. സോ ദാറ്റ് ഇസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ NCERT-യുടെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതും ഈ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇതേപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പേപ്പർ. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു 1 മീറ്റർ ഉള്ള ഒരു ലോങ് മെറ്റാലിക് റോഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബിക്കോസ് റിലേറ്റീവ് മോഷൻ ആണ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ മെറ്റാലിക് റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ മെറ്റാലിക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ദ അതർ എൻഡ് ഓഫ് ദി മെറ്റാലിക് റോഡ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത്. ഇപ്പൊ ഈ മെറ്റാലിക് റോഡ് നമ്മൾ മൂവ് ചെയ്യുന്നത് നിങ്ങളൊരു ക്ലോക്കിന്റെ റിമൂവ് പോലെ തന്നെ വിചാരിച്ചാൽ മതി. ഇപ്പൊ ക്ലോക്ക് അതൊരു മെറ്റാലിക് റിംഗ് ആണ്. ആ മെറ്റാലിക് റിംഗിനകത്ത് ഒരു മെറ്റാലിക് റോഡ് ഉണ്ട്, ലൈക്ക് നീഡിൽ ഓഫ് ദ ക്ലോക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദിസ് ഈസ് ഇൻ കണ്ടിന്യൂസ് മൂവ്മെന്റ്. അപ്പൊ അതിന്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ മാത്രമേ EMF ഡെവലപ്പ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എ കോൺസ്റ്റന്റ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാൽക്കുലേറ്റ് ദ EMF ഡെവലപ്പ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദി റിംഗ്. ഇപ്പൊ ഇതാണ് ഞാൻ എന്റെ സെന്റർ ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത്, ആൻഡ് ഇതാണ് എന്റെ റിംഗ്. ഇപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കേസുകളിൽ, അതായത് ഒരു മെറ്റാലിക് റോഡ് ഇങ്ങനെ സർക്കുലർ മോഷൻ ഒക്കെ നടത്തുന്ന കേസുകളിൽ നമുക്ക് BLV sin θ എന്നുള്ള ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് E is equal to half BI omega L square എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കറക്റ്റ് ആണോ? അല്ല, അതിനകത്ത് ഐയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് BLV sin θ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് ഹാഫ് B ഒമേഗ L സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷനകത്ത് നോക്കിക്കേ, ഹാഫ് B L ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് എത്രയാണ്? 0.5, ഒമേഗ എന്ന് പറയുന്നത് 400, ഇത് 1. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? ഇത് വരുന്നത് 100 ആണ് ആൻസർ വരുന്നത്. പക്ഷെ നമുക്ക് ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. സോ ഈ ഇക്വേഷൻ പഠിക്കുക. ഇതേപോലുള്ള കേസുകളിൽ ഹാഫ് B ഒമേഗ L സ്ക്വയർ എന്നുള്ളതാണ്. L എന്ന് പറയുന്നത് മെറ്റാലിക് റോഡിന്റെ എത്ര സ്പീഡിലാണ് മെറ്റാലിക് ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ ആയിട്ട് വരുന്നത്. ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഫ്രീക്വൻസി ആണ് വരുന്നത്
ആംഗുലർ വെലോസിറ്റി ആയാലും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒമേഗ എൽ സ്ക്വയർ. അപ്പൊ അത് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ ആൻഡ് 20 ടേൺസ് ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ഡയമീറ്റർ വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് 5 റേഡിയൻ പെർ സെക്കൻഡ് ഇൻ എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുന്നതല്ലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് എന്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു സർക്കുലർ കോയിൽ വെച്ചു. ഇതാണ് എന്റെ സർക്കുലർ കോയിൽ. എന്റെ സർക്കുലർ കോയിലിന്റെ വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ഡയമീറ്ററിൽ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റിലേറ്റീവ് മോഷൻ ഉണ്ട്, EMF പ്രൊഡ്യൂസ് ചെയ്യും. ഒബ്റ്റെയിൻ ദ മാക്സിമം ആൻഡ് ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ. ഇപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ റെക്ടാങ്കുലർ കോയിലിന്റെ ഒരു പോർഷൻ പഠിക്കുന്നുണ്ടല്ലോ, ലൈക്ക് AC ജനറേറ്ററിന്റെ ആ ഒരു തിയറി തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ റെക്ടാങ്കുലർ കോയിലിന് പകരം എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, ഒരു സർക്കുലർ കോയിൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സെയിം ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിക്കോസ് നമുക്ക് B ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഒമേഗ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മാക്സിമം EMF ആണ്. അപ്പൊ നമ്മുടെ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ E is equal to E0 sin omega t എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് AC ജനറേറ്ററിന് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റെക്ടാങ്കുലർ കോയിൽ വി ആർ യൂസിങ് എ സർക്കുലർ കോയിൽ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ E0 ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? മാക്സിമം എന്ന് പറയുന്നത്. അപ്പൊ E0 എന്ന് വെച്ചാൽ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ആണ്. എന്താണ് E0? അപ്പൊ നമ്മൾ തിയറി ഓർക്കുക, NBA ഒമേഗയാണ് മാക്സിമം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 20. മാഗ്നറ്റിക് ഫീൽഡ് 3 × 10⁻⁻2 ആൻഡ് ഏരിയ ഈസ് ഹൗ മച്ച്? ഏരിയ തന്നിട്ടുള്ള റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. സോ പൈ × r². r² എന്ന് പറയുമ്പോൾ 8 × 10⁻⁻2 ദി ഹോൾ സ്ക്വയർ. പൈ r² × ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം EMF. അപ്പൊ മാക്സിമം EMF എത്രയാണെന്ന് നോക്കട്ടെ. ഇപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.603 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കിട്ടും. ദെൻ മാക്സിമം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആവറേജ് EMF ആണ്. അപ്പൊ ആവറേജ് EMF എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ അടുത്ത ലെസൺ പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ AC-യുടെ ലെസൺ പഠിച്ചിട്ടില്ല എങ്കിൽ സൈൻ ഒമേഗ ടിയുടെ ആവറേജ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. ഓക്കെ, ബിക്കോസ് ഇത് ഒരു സൈൻ വേവ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ആവറേജ് ചെയ്യുമ്പോൾ, അതായത് ഏതെല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേ വരുള്ളൂ? 0 വരത്തുള്ളൂ. ബിക്കോസ് സൈൻ ഒമേഗ ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടായതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിട്ടേ വരത്തുള്ളൂ? 0 ആയിട്ടേ വരത്തുള്ളൂ. അത് തിയറിയിൽ പഠിക്കാനുണ്ട് നെക്സ്റ്റ് ലെസന്റെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, അവിടെ സൈൻ ഒമേഗ ടി എന്നുള്ള അത് പോസിറ്റീവും നെഗറ്റീവും ഹാഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ആവറേജ് ചെയ്യുമ്പോൾ അതെന്തായി പോകും? 0 ആയിട്ട് പോകും. Then, if the coil forms a closed loop of resistance 10 ohm, calculate the maximum value of current. Current എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? I maximum എന്ന് പറയുന്നത് E maximum divided by R ആണ്. B by R എന്നുള്ള ഓംസ് ലോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ E max എത്രയാണ്? 0.63. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. R എന്ന് പറയുന്നത് 10 ohm ആണ്. സോ യുവർ ആൻസർ വിൽ ബി 0.06. ഞാൻ അത്ര എഴുതുന്നുള്ളൂ കേട്ടോ, എനിക്ക് മൊത്തം നമ്പർ കൂടി എഴുതാൻ വയ്യ. 0.06 ആംപിയർ ആണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ അത് ഞാൻ കണ്ടുപിടിച്ചു. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ആവറേജ് പവർ ലോസ് ഡ്യൂ ടു ജൂൾ ഹീറ്റിംഗ്. ഓക്കെ, എങ്ങനെയാണ് ജൂൾ ഹീറ്റിംഗ് ഇവിടെ ഉണ്ടാവുന്നത്? ജൂൾ ഹീറ്റിംഗിന്റെ കേസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? പവർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് I² R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആവറേജ് പവർ ലോസ് ആണ്. അതേപോലെ തന്നെ ഇത് AC ആണ്. അപ്പൊ നമുക്ക് ഈ I² R അങ്ങനെയുള്ളതൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഡയറക്ട്ലി പറ്റില്ല. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അതിനകത്തൊക്കെ. നിങ്ങളത് അടുത്ത ലെസണിൽ പഠിക്കും, RMSഉം ആവറേജും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അടുത്ത ലെസണിൽ. ഫോർ ടൈം ബീയിങ് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഈ ആവറേജ് is equal to half into E max I max. അപ്പൊ നേരത്തെ കേസിലായിരുന്നെങ്കിൽ നമ്മൾ DC-യിൽ പഠിച്ച എങ്ങനെയാണ്? B into I ആണ് പവർ ആയിട്ട് വരുന്നത്. ഇവിടെ എങ്ങനെയല്ല, അതിന്റെ ആവറേജ് ആണ്. അപ്പൊ ഈ I into
ഐ മാക്സ് ഇൻറ്റു ഇ മാക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കണം. ഹാഫ് ഇൻറ്റു 0.603 ഇൻറ്റു 0.06. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും? നിങ്ങൾക്ക് വരുന്നത് ദ ആൻസർ വിൽ ബി 0.018 വാട്ട് എന്ന് വരും. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വേർ ഡസ് ദിസ് പവർ കം ഫ്രം? ഈ ജൂൾസ് ഹീറ്റിംഗ് എഫക്ട് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് ഉണ്ട്. അത് മാത്രമല്ല ഉള്ളത്, ഇതിപ്പോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആ ഒരു ഇ എം എഫിന്റെ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് വേറൊരു ഇ എം എഫ് ഡെവലപ്പ് ആവും. അത് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈസ് ഗിവൺ ലൈക്ക് ദിസ്: ഇൻഡ്യൂസ്ഡ് കറന്റ് കോസസ് എ ടോർക്ക് ഒപ്പോസിംഗ് ദ റൊട്ടേഷൻ ഓഫ് ദി കോയിൽ. അപ്പൊ കോയിലിന്റെ ഇൻഡ്യൂസ്ഡ്, ഇപ്പൊ നമുക്കറിയാം ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി ഇൻ ഒരു ഫ്ലെക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഡ്യൂസ്ഡ് കറന്റ് കോസസ് എ ടോർക്ക്, ഈ ഇൻഡ്യൂസ്ഡ് കറന്റ് കാരണം, ബിക്കോസ് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്, ഈ ഇൻഡ്യൂസ്ഡ് കറന്റ് കാരണം ഇതിനകത്തൊരു ടോർക്ക് ബിക്കോസ് ഇത് റൊട്ടേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് ഇതിനകത്തൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്ക് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഏതാണോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പവർ ലോസ്, വേർ ഡസ് ദിസ് പവർ കം ഫ്രം എന്നുള്ള രീതിയിൽ എടുത്തേക്കുന്നത്. An external agent must supply torque to cut. അപ്പൊ ആ ഒരു റൊട്ടേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു പവർ ഇതിനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. Thus the source of the power dissipated as heat in the coil is the external rotor എന്നുള്ള രീതിയിലാണ് ഈ ആൻസർ കൊടുത്തേക്കുന്നത്. പക്ഷെ ആൻസർ അത്ര ക്ലിയർ അല്ല. നിങ്ങൾ ഇങ്ങനെ വേർ ഡസ് ദിസ് പവർ കം ഫ്രം ഉള്ളതിന്റെ ആൻസർ നിങ്ങൾ എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ പവർ ലോസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഏതാണോ ഈ ഒരു മോഷൻ ആണല്ലോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ആ ഇൻഡ്യൂസ്ഡ് കറന്റ് കാരണം ഇതിനകത്തൊരു ടോർക്ക് ഉണ്ടാവും. അത് കാരണമാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഒരു പവർ ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. അതായിരുന്നു ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A horizontal long wire 10 meter long. A horizontal long wire 10 meter long extending from east to west. Okay, so ഇതാണ് ഡയറക്ഷൻ. ഇതെന്റെ ഈസ്റ്റ്, ഇതെന്റെ വെസ്റ്റ്. ഓക്കെ, falling from a speed of, ഇപ്പൊ താഴേക്ക് ഇത് മൂവ് ചെയ്യുകയാണ് വിത്ത് എ സ്പീഡ് ഓഫ് 5 meter per second at right angles to the horizontal component of the earth magnetic field. Into the horizontal component ആണ്. ഇതിപ്പോ ഞാൻ ഓൾറെഡി ഇങ്ങനെ എടുത്തു. അപ്പൊ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇനി ഈ ഒരു ലൈനേ ഉള്ളൂ ബാലൻസ് ആയിട്ടുള്ളത്. സോ ഈ ഒരു ഡയറക്ഷൻ, ഇൻടു ദ പേപ്പർ ഡയറക്ഷനിൽ തന്നെയാണ് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിങ്ങനെ റിലേറ്റീവ് മോഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെയാണ് ഈ വയർ താഴേക്ക് വീഴുന്നത്. അപ്പൊ അവിടെ റിലേറ്റീവ് മോഷൻ ഉള്ളത് കാരണം എന്ത് ചെയ്യും? ഈ വയറിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. അത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇ ഈസ് ഈക്വൽ ടു, ഇപ്പൊ ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ബി എൽ ബി എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ബി എത്രയാണ് നമുക്ക് വരുന്നത്? 0.3 × 10⁻⁻⁴. ലെങ്ത് വരുന്നത് 10. ദിസ് വൺ ഈസ് 5. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 15 × 10⁻⁴ വോൾട്ട് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇ എം എഫ്? അപ്പൊ ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്താണ്? അപ്പൊ ഇ എം എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഇപ്പൊ എന്താണ്? ഇപ്പൊ ഈ 3 ഫിംഗേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് മോഷനെ കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് യുവർ കണ്ടക്ടർ ഈസ് ഫോളിംഗ് ഡൗൺ. സോ ഇത് താഴേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് താഴേക്ക്, ഇതാണ് നിങ്ങളുടെ വെലോസിറ്റി അല്ലെങ്കിൽ മോഷൻ. ഇത് താഴേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ. Then look at the other side. It is towards the east. Towards east എന്നാണ് നമുക്ക് കിട്ടുന്നത്. Towards east. Current flow towards east ആണ് വരുന്നത്. Which end of the wire is at higher potential എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്ത് വരും? ഇപ്പൊ ഈ സൈഡിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. So this direction will be positive. East is positive. East is positive. Okay, current because ആ ഡയറക്ഷനിലായിട്ട് പോകുന്നത് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
A current in a circuit falls from 5 ampere to 0 ampere in 0.1 second. If an average EMF of 200 volt induced, give an estimate of self-inductance. Self-inductance in the equation or is equal to L into di by dt. അപ്പൊ അതിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? L ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ DI ബൈ dt. ഇപ്പൊ ഇവിടെ E എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ് വരുന്നത്. DI by dt എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 0.1 ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 4 ഹെൻറി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ. സോ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിനകത്ത് വലിയ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, then the next one, a pair of adjacent coils has a mutual inductance of 1.5. അപ്പൊ രണ്ട് coils ഉണ്ട്. A pair of adjacent coil, they are having a mutual inductance of 1.5 Henry. If the current in one coil changes from 0 to 2, ഇതിനകത്താണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതായത് 0 to 20 ആംപിയർ ആയിട്ട് കറണ്ട് ചേഞ്ച് ചെയ്യുന്നു in 0.5 സെക്കൻഡ്. വാട്ട് ഈസ് ദ ഫ്ലെക്സ് ലിങ്ക് വിത്ത് ദി അതർ കോയിൽ? സോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ phi is equal to m into I di by dt എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ എം എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ടാണ് എടുക്കേണ്ടത്? 1.5. ഇത് എത്ര വരും? 20 ഡിവൈഡഡ് ബൈ 0.4. സോ 20 ഡിവൈഡഡ് ബൈ 0.4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 40. സോ ഇറ്റ് വിൽ ബി 6 വെബർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എ പെയർ ഓഫ് അഡ്ജസ്റ്റന്റ് കോയിൽ. നമുക്ക് രണ്ട് കോയിൽ ഉണ്ട്. ഇത് കോയിൽ 1, ഇത് കോയിൽ 2. അപ്പൊ അതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് 1.5 ഹെൻറി കൊടുത്തിട്ടുണ്ട്. ഒരു കോയിലിന് കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിൽ മറ്റേ ഫ്ലെക്സ് എന്തായിരിക്കും? phi is equal to m into I എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് m into ചേഞ്ച്, സെക്കൻഡ് വണ്ണിലുണ്ടാവുന്ന ചേഞ്ച്. അപ്പൊ phi is equal to m എന്ന് പറയുന്നത് 1.5. സെക്കൻഡ് കോയിലുള്ള ഫ്ലെക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ഇൻ ദി ഫസ്റ്റ് വൺ ആണ്. ഇപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 0 to 20 ആണ്. ചേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 20 യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ദർ ഇസ് നോ നീഡ് ഓഫ് ടൈം. 30 വെബർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A jet plane is traveling towards west at a speed of 1800 km per hour. What is the voltage difference developed between the ends of the wing having a span of 25 meters? If the earth magnetic field at the location has a magnitude of this much and the angle of dip is 30. ഇത് directly നമുക്ക് E is equal to BLV sin theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 into 10 raised to minus 4 ആണ്. ലെങ്ത് വരുന്നത് 25 ആണ്. സ്പീഡ് കൺവേർട്ട് ചെയ്യണം into 5 by 18 into sin 30 എന്ന് പറയുന്നത് 1/2. So when you multiply all this one, so what I'm going to do here, 125 into 10 raised to minus 4 into ഇത് 500 250. Okay, you will get the answer. 3.13 volt എന്ന ആൻസർ കിട്ടും. അതാണ് ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. BLV sin theta തന്നെ വരുന്ന, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അതിനകത്ത് വരുന്നു. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ ഞാൻ ആ അഡീഷണൽ എക്സസൈസിലെ 2 ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ടുണ്ട്. വൈ ആ 2 ക്വസ്റ്റ്യൻ എടുത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും അതിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഈ CBSE-കാരുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഞാൻ CBSE-യുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അഡീഷണൽ എക്സസൈസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ ആൻസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ. ഇതാണ് ഷോസ് എ മെറ്റൽ റോഡ് PQ. നിങ്ങൾക്ക് മെറ്റൽ റോഡ് PQ കാണാനായിട്ട് പറ്റും. ഒരു സ്മൂത്ത് ട്രെയിനിലെ AB-യിലാണ് അത് വെച്ചിട്ടുള്ളത്. ദ റെയിൽസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടുന്ന് നോർത്ത് മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എല്ലാം പെർപെൻഡിക്കുലർ ആണ്. ലെങ്ത് ഓഫ് ദ റോഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അന്നേരം അതൊരു ലൂപ്പ് ഉണ്ടാക്കും. ആ ലൂപ്പിന്റെ resistance തന്നിട്ടുണ്ട്. Suppose K is open and the road is moved with a speed of 12 centimeter per second in the direction given. നിങ്ങൾക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. റോഡ് മൂവ് ചെയ്യുന്ന. Give the polarity and magnitude of the induced EMF. അപ്പൊ ഇതൊക്കെ ലെങ്തിന്റെ കേസുകളായതുകൊണ്ട് E is equal to BLV എന്ന് യൂസ് ചെയ്യാം. സൈൻ തീറ്റ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് തീറ്റ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 0.5 into ലെങ്ത് ഓഫ് ദ റോഡ് എത്രയാണ്? 15 into 10 raised to minus 2
into 12 centimeter എന്നാണ് വന്നേക്കുന്നത്. 12 into 10 raised to minus 2. So when you multiplied all these things, you will get 9 millivolt എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് 9 millivolt എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഗീവ് ദ പൊളാരിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ഈ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇത് കാരണം നിങ്ങളുടെ ഈ തമ്പാണ് മോഷൻ, അപ്പൊ അത് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ ഞാനിങ്ങനെ കൈ വെക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ് വരുന്നതെങ്കിൽ പി ടു ക്യൂ ആയിരിക്കും, EMF ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം പി ടു ക്യൂ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കാണ്. കണ്ടോ? നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതാണ് എന്റെ ഈ ഡയറക്ഷനിലാണ് നിങ്ങളുടെ പി ക്യൂ മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ EMF അല്ലെങ്കിൽ കറണ്ട് നിങ്ങളുടെ ഫേസിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കല്ല, മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കാണ്. അതുകൊണ്ട് കറണ്ട് ക്യൂ ടു പിയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, കറണ്ട് വിൽ ബി ക്യൂ ടു പി ആണ്. അപ്പൊ അതുകൊണ്ട് പി ഈസ് പോസിറ്റീവും ക്യൂ നെഗറ്റീവും ആയിരിക്കും. പി പോസിറ്റീവും ക്യൂ നെഗറ്റീവും ആയിരിക്കും. ബിക്കോസ് കറണ്ട് അകത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് then is there an excess charge built up at the ends of the rod when K is open? What if K is closed? ഇപ്പൊ ഇങ്ങനെ ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് സർക്യൂട്ട് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ചാർജിന്റെ ഡെവലപ്മെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. അത് പക്ഷെ K ഓപ്പൺ ആയതുകൊണ്ട് അത് ബിൽഡ് ചെയ്യത്തതേ ഉള്ളൂ. അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിട്ട് അവിടെ നിൽക്കത്തതേ ഉള്ളൂ. നിങ്ങൾ K ക്ലോസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ക്രിയേറ്റ് എ കറണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഇനി when K is open and the rod is moved uniformly, there is no net force acting on the electrons. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. K ഓപ്പൺ ആകുന്ന കേസിൽ ബിക്കോസ് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെ അതിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. അടുത്ത് നോക്കിക്കേ, ഞാൻ എന്റെ കംപ്ലീറ്റ് ആൻസർ ഒന്നും എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് നോക്കി, വാട്ട് ഈസ് ദ റിട്ടാർഡിംഗ് ഫോഴ്സ്? ഫോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ILB എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ല. നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്? വോൾട്ടേജ് ആണ്. ഇപ്പൊ 9 millivolt ആയിരുന്നു വോൾട്ടേജ്. അതിനെ ഞാൻ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് 9 milliohm ആയിരുന്നു, അത് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ലെന്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു വരുന്നത്? ലെന്ത് 25 അല്ലേ? അല്ല, 15 ആയിരുന്നു. 15 into 10 raised to minus 2 വരും. അതേപോലെ B എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 0.5. ഇപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? ഇതിന്റെ ആൻസർ വരുന്നത് 7.5 into 10 raised to minus 2 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റിട്ടാർഡിംഗ് ഫോഴ്സ് ഓൺ ദ കോഡ് വെൻ K ഈസ് ക്ലോസ്ഡ്? ഓപ്പൺ ആയിരിക്കുമ്പോൾ ഇല്ല, ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ ഫോഴ്സ് ഉണ്ട്. ഹൗ മച്ച് പവർ ഈസ് റിക്വയർഡ് to keep the rod moving at the same speed when K is closed? ഇപ്പൊ K ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പവർ വേണം? ഇതിനെ ഹൗ മച്ച് പവർ ഈസ് റിക്വയർഡ് വെൻ K is closed? K is closed ആയിരിക്കുന്ന കേസിൽ നിങ്ങൾക്ക് എത്ര വേണം? നിങ്ങൾക്ക് K is ഓപ്പൺ ആയിരിക്കുന്ന കേസിൽ നമുക്ക് പവറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ബിക്കോസ് അവിടെ ഫോഴ്സ് ഒന്നും വേറെ ആക്ട് ചെയ്യുന്നില്ല, സോ ഇറ്റ് വിൽ മൂവ്. പക്ഷെ ക്ലോസ്ഡ് ആയിരിക്കുന്ന കേസിൽ ഫോഴ്സ് ഉണ്ട്. സോ ആ പവർ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്ന? പവർ ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ സ്പീഡ്. അപ്പോ 7.5 into 10 raised to minus 2 into 12 centimeter, 12 into 10 raised to minus 2 എന്ന് വരും. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 9 into 10 raised to minus 3 വാട്ട് എന്ന ആൻസർ കിട്ടും. എഗെയിൻ ഇത് K ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴാണ്. K ഓപ്പൺ ആയിരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഫോഴ്സ് ഈസ് 0. ഇവിടെ no power is needed when K is open. How much power is dissipated as heat in the closed circuit? എങ്ങനെ കണ്ടുപിടിക്കും? I²R വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് I ഉണ്ടല്ലോ, 1 ആംപിയർ ആണ് I എന്ന് പറയുന്നത്. ഇൻറ്റു R, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 milli
ഓം ആണ് വരുന്നത്. സോ ഇത് ആൻസർ വിൽ ബി ഐ. എങ്ങനെയാണ് വൺ വരുന്നത്? വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 9 മില്ലി വോൾട്ട്. കറണ്ട് നമ്മൾ റെസിസ്റ്റൻസ് നമുക്ക് 9 മെഗാ ഓം മെഗാ അല്ല മില്ലി ഓം എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ കറണ്ട് 1 ആണ് വരുന്നത്. 1 ആംപിയർ വരും. 1 ആംപിയർ ഇൻറ്റു ആർ. ആർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 10⁻³ വാട്ട് ആണ് നമ്മുടെ heat energy dissipated ആവുന്നത്. What is the induced EMF in the moving rod if the magnetic field is parallel to the instead of being perpendicular? Parallel ആണെങ്കിൽ എന്തില്ല, EMF എന്തായി പോകും? 0. BLB sin theta എന്നുള്ളത് തീറ്റ എന്തായി പോകും? 0 ആയി പോകുന്നത് കൊണ്ട് there will not be any EMF എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കേണ്ട ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഡിറ്റക്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ഇതാണ് ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു സോൾനോയിഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, an air cord solenoid with length 30 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കിടയിൽ സോൾനോയിഡ് ഉണ്ട്. നമ്മുടെ സോൾനോയിഡിന്റെ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് 500 തന്നിട്ടുണ്ട്. ക്യാരീസ് എ കറന്റ് 2.5 ആംപിയർ. ഓക്കെ, and the current is suddenly switched off in a brief time of 10⁻³ seconds. How much is the average back EMF induced across the end of the, ignore the variation. Okay, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ E is equal to ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ട്. ബിക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പൊ d∅dt എന്ന് നമ്മൾ എടുക്കും. E is equal to, ഇനി നമുക്ക് d∅dt കേസ് തന്നെ എടുത്ത് എങ്ങനെയാണ് ഫ്ലെക്സ് ഇവിടെ ചേഞ്ച് ആവുന്നത്? ഇവിടെ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം d/dt ഇൻറ്റു BA എന്ന് നമ്മൾ എടുക്കും. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. A ഇൻറ്റു dB/dt. എന്താണ് സോൾനോയിഡിന്റെ dB/dt എന്ന് പറയുന്നത്? d/dt ഓഫ് μ0 Ni അല്ലെ? അപ്പൊ ഇവിടെ A ഇൻറ്റു μ0 N ഇൻറ്റു di/dt എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോൾനോയിഡ് വിത്ത് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് നമ്മൾ എടുത്തില്ലല്ലോ. ഓക്കെ, ലെങ്ത് നമ്മൾ എടുത്തില്ല. കറന്റ് 2.5 ആംപിയർ ഉണ്ട്. കറന്റ് നമ്മൾ എടുത്തു. ഓക്കെ, ഇത് എടുത്തു. ഓക്കെ, ഹൗ മച്ച് ഇസ് ദ ബാക്ക് EMF? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെയുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് 500. ഇപ്പൊ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഈ N എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതല്ല കൊടുത്തേക്കുന്നത്. അപ്പൊ N നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. N is equal to N divided by L ആണ്. ഓക്കെ, N is equal to N divided by L ആണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു N മിസ്സിംഗ് ആണ്. ബിക്കോസ് ഇത് നമ്പർ ഓഫ് ടേൺസ് കൂടെ ഉള്ള കോയിൽ ആയതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് NBA എന്ന് നമ്മൾ ഇവിടെ എഴുതണം. സോ there is an N over here, there is an N over here, there is an N over here. Okay, because number of turns ഉള്ള കോയിലാണ്. നമ്മൾ ഒരു കോയിലിന്റെ ആണ് ഈ B into A എഴുതുന്നത്. ഇവിടെ number of turns 500 ഉണ്ട്. So you have to write it as NBA. Okay, then നമ്മള് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? N into A into μ0. ഇപ്പൊ N ഇവിടെ കൊടുത്തിട്ടില്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. അപ്പൊ അവിടെ എന്ത് പറ്റും? N divided by L into di/dt എന്ന് വരും. അപ്പൊ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 A N square L into di/dt. di/dt പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? 2.5 divided by 10⁻³ di/dt ആ ടൈമിനനുസരിച്ച് എഴുതിയാൽ മതി. 4π into 10⁻⁷ ഉണ്ട്. പിന്നെ ഏരിയ എത്ര വരുന്നത്? 25 into 10⁻⁴ ഉണ്ട്. ഏരിയ എഴുതി. ഓക്കെ, ടേൺസ് 500ന്റെ സ്ക്വയർ ആണ് വരുന്നത്. 500ന്റെ സ്ക്വയർ വന്നതിന് ശേഷം 500ന്റെ സ്ക്വയർ പിന്നെ ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 30 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 30 into 10⁻² into 10⁻⁻3. അപ്പൊ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും.
ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത് 6.5 വോൾട്ട് എന്നാണ് ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ ഇത് ഓർക്കേണ്ട, മിക്കവാറും ഞാൻ എഴുതിയപ്പോ തന്നെ ഞാൻ ബി എന്ന് മാത്രമേ എഴുതുള്ളൂ. ബി എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഒരു കോയിലുള്ളപ്പോഴാണ്. ഇതിപ്പോ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ NBA എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സോളിനോയിഡിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. ബിക്കോസ് μ0 സ്മോൾ n ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ. ചില ക്വസ്റ്റ്യനിലൊക്കെ കാണാൻ പറ്റും 50 ടേൺസ് പെർ മീറ്റർ, 50 ടേൺ പെർ സെന്റിമീറ്റർ. സോ യു ക്യാൻ റൈറ്റ് എന്ന് നിങ്ങൾക്ക് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കഴിയുന്നതും അടുത്ത ലെസണൊക്കെ ഇടാനായിട്ട് നോക്കാം. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കുറെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ബിക്കോസ് ചിലപ്പോൾ ഞാനത് ചെയ്തതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിലോ ചിലർ പറയാറുണ്ട് യൂണിറ്റ് ഒക്കെ ചിലപ്പോൾ ഞാൻ തെറ്റായിട്ട് എഴുതാറുണ്ടെന്നൊക്കെ. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. കഴിയുന്നതും അടുത്ത വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് നോക്കാം. ബൈ.